നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ക്യാൻവ കോഴ്സിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. യൂട്യൂബ് ചാനൽ ഇൻട്രോ എങ്ങനെയാണ് ക്യാൻവ ഉപയോഗിച്ച് നിർമ്മിക്കുക എന്ന് നമ്മൾ പഠിക്കേണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ഒരു റെസ്യൂമി, ഒരു CV എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് CV ഉണ്ടാക്കാം. സാധാരണ ആളുകൾ CV ഉണ്ടാക്കാൻ അക്ഷയ കേന്ദ്രങ്ങളിലും അതുപോലെ വലിയ ഗ്രാഫിക് ഡിസൈനർമാരുടെ അടുത്തൊക്കെ പോയിട്ട് കുറേ നേരം സമയം ചെലവഴിച്ചുകൊണ്ടാണ് നിർമ്മിക്കാറുള്ളത്. അതിന് നല്ല എമൗണ്ട് ക്യാഷും അവർ വാങ്ങും. എന്നാൽ ക്യാൻവ ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്ക്, അല്ലെങ്കിൽ ക്യാൻവ എന്താണെന്ന് അറിയുന്ന ആർക്കും വളരെ ഈസി ആയിട്ട് CV ഉണ്ടാക്കാം. അതിന് നമുക്ക് വേണ്ടത് CV എന്ന് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. പ്രൊഫഷണൽ CV എന്നൊക്കെ കാണാം, ഏതായാലും കുഴപ്പമില്ല. അത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ CVകളുടെ ടെംപ്ലേറ്റുകൾ നമുക്ക് കിട്ടും. 1,44,821 ടെംപ്ലേറ്റുകൾ ഇവിടെ കാണുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ് ഏതാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അതൊക്കെ നോക്കിയിട്ട് നല്ല ഒരു CV നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യാൻ പോണത്. വളരെ സിമ്പിളാണ് ഒരു CV എടുക്കുക എന്നുള്ളത്. കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എടുക്കുക. ഇതൊക്കെ പ്രീമിയം കണ്ടന്റുകളാണ്. പ്രീമിയം കണ്ടന്റുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാൻവ പ്രീമിയം എടുക്കണം. ക്യാൻവ പ്രീമിയമോ അല്ലെങ്കിൽ ക്യാൻവ പ്രോയോ ഉണ്ടെങ്കിലാണ് ഇതൊക്കെ നമുക്ക് സാധ്യമാവുള്ളൂ. ക്യാൻവ പ്രീമിയം വെറും 199 രൂപക്ക് നമ്മുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് മാസം 500 രൂപയോ അല്ലെങ്കിൽ കൊല്ലത്തിൽ 4000 രൂപയോ കൊടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടും നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു CVയുടെ ഒരു ടെംപ്ലേറ്റ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കതൊന്ന് സൂം ചെയ്ത് നോക്കാം. ആദ്യത്തിൽ ഇവിടെ പിക്ചറാണുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്കത് എഡിറ്റ് ചെയ്ത് നമ്മുടേതാക്കി മാറ്റാം. ഇപ്പം ഞാൻ എൻ്റേതായൊരു രൂപത്തിൽ ചെയ്ത് കളയാം. ഇപ്പോൾ ഇവിടെ എൻ്റെ ഫോട്ടോ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡിൽ പോയിട്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ എലമെന്റ്സിൽ പോയിട്ട് നല്ല ഫോട്ടോസ് വേറെ ആരുടെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ഏതും കൊടുക്കാം. ആ ഫോട്ടോ ഇത് നേരെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ മാറും. വളരെ ഈസിയാണ്. ഇനി ഇവിടെ പേര്, ഞാൻ എൻ്റെ പേര് കൊടുക്കാം. നമ്മുടെ ഏറ്റവും ടോപ്പ് ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ എഴുതുന്നത്. ഏറ്റവും നല്ല ജോബ് ഏതാണ് അത് എഴുതാം. ഞാനിവിടെ കൊടുക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് എന്നാണ്. ഇനി ഇവിടെ കോണ്ടാക്റ്റിന്റെ ലിസ്റ്റ് നോക്കാം. കോണ്ടാക്റ്റിൽ നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കാം. നമ്പർ കറക്റ്റ് ആയിരിക്കണം. ഒരു CV ആവുമ്പോൾ എങ്ങനെയാണ് CV കൊടുക്കേണ്ടത് ആ രൂപത്തിൽ തന്നെ കൊടുക്കാം. ഇത് കൊടുത്തു. ഇനി നമ്മുടെ ഇമെയിൽ ID, എൻ്റെ ഇമെയിൽ ID ഞാനിവിടെ കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ സ്ഥലം, ഇനി നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത്, ഞാൻ എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി പ്രൊഫൈൽ. ഇപ്പൊ പ്രൊഫൈലിൽ നമുക്ക് നമ്മളെ പറ്റിയിട്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ChatGPT ഉപയോഗിക്കാം. ChatGPT ഉപയോഗിച്ചിട്ട് ഒരു നല്ലൊരു പ്രൊഫൈൽ കണ്ടന്റ്. അപ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് എന്നുള്ള പ്രൊഫൈലാണ് കൊടുത്തത് കൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടിനായിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം. അത് ഞാനിവിടെ പ്രൊംപ്റ്റ് ചെയ്യാണ്. നമ്മൾ ആവശ്യങ്ങളുടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു ഷോർട്ട് നോട്ട് എഴുതി തരും.
ഉണ്ടല്ലേ? ഇതാണ് ഐ ആം എ സീസൺഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് വിത്ത് ഓവർ ഡാഷ് ഇയേഴ്സ്. അവിടെ വർഷം എത്രയാണോ അവൾ കൊടുക്കുക. ഇൻ ഡെവലപ്പിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് സക്സസ്ഫുൾ ഓൺലൈൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. മൈ എക്സ്പെർട്ടൈസ് സ്പാൻസ് അക്രോസ് സിഒ, SEM, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, ഇമെയിൽ ക്യാമ്പയിൻസ് ആൻഡ് ഡാറ്റ ഡ്രിവൺ അനലിറ്റിക്സ്. അങ്ങനെ തുടങ്ങി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടിന് ആവശ്യമായിട്ടുള്ള CV-യിൽ ഉൾക്കൊള്ളിക്കേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റ് ഇവിടെ വന്നു. നമ്മളത് കോപ്പി ചെയ്യുന്നു, ഇവിടെ അത് പേസ്റ്റ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. അവിടെ നമ്മൾ ഫുള്ള് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ. ഇനി ഇവിടെ ഈ ഇയേഴ്സ് നമുക്കൊന്ന് മാറ്റം വരുത്താം. എത്ര വർഷം? ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. അപ്പൊ ഞാൻ അതങ്ങനെ കൊടുത്തു. ഇനി എഡ്യൂക്കേഷൻ, നമുക്ക് എഡ്യൂക്കേഷൻ എന്താണുള്ളത് അത് കൊടുക്കുക. ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യമായിട്ട് തീർത്ത PG ആണെങ്കിൽ അവസാനമായിട്ട് PG ആണ് നമ്മൾ കൊടുക്കേണ്ടത്. PG എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും ടോപ്പ് ക്വാളിഫിക്കേഷൻ. അതിപ്പോൾ എൻ്റെ PG കഴിഞ്ഞത് 2018 സമയത്താണ്. അപ്പോൾ 2018 പിന്നെ ഒരുപാട് നമുക്ക് പഠിച്ചതുണ്ടാവും. 2016 വരെ കാലഘട്ടത്തിൽ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൽ നിന്ന് BA ഇംഗ്ലീഷ് എടുത്തത് ഉണ്ട്. അത് നമുക്കിവിടെ എഴുതാം. ഇംഗ്ലീഷ് ഇതിന്റെ ഗ്രേഡിംഗ് ആണ്, അതൊന്നും അവിടെ മാറ്റണ്ട. ഇനി സ്കിൽസ് എന്തൊക്കെയാണുള്ളത്? ഇനി നമുക്ക് ഉള്ള സ്കിൽസ് ഒക്കെ നമുക്കിവിടെ എഴുതി പിടിപ്പിക്കാം. അതിൽ എൻ്റെ സ്കിൽസാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ലാംഗ്വേജ് എക്സ്പെർട്ടൈസ്. തെറ്റുകളുണ്ടെങ്കിൽ അവിടെ കാണിക്കും. അതുപോലെ ഇത് ഞാൻ എൻ്റെതാണ് എഴുതുന്നത്. തെറ്റുകളൊന്നും വരാതെ ശ്രദ്ധിക്കണം. അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ്. അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാം നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് അറിയുന്നതെല്ലാം എഴുതുക. ഒരിക്കലും തെറ്റ് എഴുതിക്കരുത്, നുണ എഴുതിക്കരുത്. നമ്മളെ വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ എഴുതേണ്ടത്. വർക്കിംഗ് എക്സ്പീരിയൻസ് നമ്മൾ എത്ര കാലം മുതൽ എത്ര കാലം വരെ ഓരോ സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ഇവിടെ എഴുതി പഠിപ്പിക്കാം.
അപ്പോൾ ഇത് കൂടുതലുണ്ടെങ്കിൽ ഇത് കൂടുതലായി കൊണ്ടുവരണം. ഇനി ലാംഗ്വേജസ്, എനിക്കറിയുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ എഴുതാം. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ബുള്ളറ്റിന് വരും. ഓക്കെ, പിന്നെ റെഫറൻസ്, എന്തെങ്കിലും റെഫറൻസ് ആയിട്ട് നമുക്ക് ആരെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അവരുടെ ഇമെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഒരു അത്യാവശ്യത്തിനുള്ള ഒരു സി വി ആയി. നമുക്കിവിടെ സി വി, എൻ്റെ സി വി ആയതുകൊണ്ട് മൈ സി വി എന്നിവിടെ ഞാൻ കൊടുക്കുന്നു. ഇനി എന്താ ചെയ്യാം, ഇനി ഞാനിത് പ്രൊഫൈൽ ഇത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യാൻ ഷെയർ എടുത്ത് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. നമുക്ക് PDF സ്റ്റാൻഡേർഡ് എടുത്തിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ വരും, ഡൗൺലോഡ് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഒരു സി വി എഡിറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ സി വിയുടെ ടെംപ്ലേറ്റുകൾ ഇഷ്ടം പോലെ ഇവിടെ കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള സി വി ഏതാണോ അതാണ് എടുക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും താല്പര്യം ഇല്ലാത്ത സി വി എടുത്തിട്ട് അതിന്മേൽ എടുത്ത് കെട്ടിമറിയാൻ പാടില്ല. പല രൂപത്തിലും ഭാഗത്തിലുള്ള സി വികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഇതുമില്ല. നമുക്കിപ്പോൾ സി വി ഒറ്റ പേജിലാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു പേജും കൂടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് പേജ് എന്നുണ്ടാവും, അത് കൊടുക്കുക. അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചേർക്കാം. ഇതേ ഡിസൈൻ ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ പിക്ചറൊക്കെ നമുക്ക് പിന്നീട് കളയാം. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് ഉണ്ടാവും. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതേ മോഡലിൽ പിന്നെ വരും. അതിന് നമുക്ക് ഇതൊക്കെ ഒഴിവാക്കണമെന്നൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ കളർ ഒന്ന് കുറക്കണം എന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻ ട്രാൻസ്പാരൻസി, ഇതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് കുറക്കാം. ഓക്കെ, അങ്ങനെ കുറക്കാം, കൂട്ടാം, എല്ലാം ചെയ്യാം. ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടൊരു സി വി നമുക്ക്, ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സി വി ഒന്ന് നമുക്കൊന്ന് കാണാം. വളരെ നല്ല ക്ലാരിറ്റി ഉള്ള, ക്വാളിറ്റി ഉള്ള പേജിലായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക. അത് നമുക്ക് സൂം ചെയ്താലും മനസ്സിലാവും അല്ലേ. വളരെ ഈസി ആയിട്ട് ഒരു സി വി ക്രിയേറ്റ് ആയി. ഈ സി വി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗൾഫ് പോകുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, വലിയ വലിയ കമ്പനികളുടെ ഒക്കെ പിറകെ പോയി 500, 1000 ഒക്കെ പൈസ കൊടുത്തിട്ട് സി വി തയ്യാറാക്കും. സി വിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടന്റാണ് നമ്മൾ നേരത്തെ ആദ്യം ഈ പറഞ്ഞ സംഭവം. ഇത് കളക്ട് ആവുക. വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കൃത്യമായിരിക്കണം, ഒരിക്കലും തെറ്റരുത്. ഒരേ സമയം 2 സ്ഥലത്ത് വർക്ക് ചെയ്ത 2 വർഷം വർക്ക് ചെയ്തതൊക്കെ കാണിച്ചാൽ എംപ്ലോയർക്ക് ഡൗട്ട് അടിക്കും, അവർ റിജക്റ്റ് ചെയ്യും. അതുപോലെ അവർ റെഫർ ചെയ്യാൻ പോലും നിൽക്കൂല. അപ്പോൾ ഇതാണ് ഒരു സി വി ക്രിയേറ്റ് ചെയ്യാനുള്ള ക്യാൻവയുടെ രൂപം. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സി വി ക്രിയേറ്റ് ചെയ്യാം ക്യാൻവ വെച്ച്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. താങ്ക് യു.